അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നാസിർ ഫൈസി കൂടത്തായുടേതായി കണ്ട ഒരു ലേഖനമാണ് അല്ലെങ്കിൽ ഒരു എഴുത്താണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം. നാസിർ ഫൈസിയെ സംബന്ധിച്ച് പറയുമ്പോൾ ആരാണ് നാസിർ ഫൈസി? നാസിർ എന്ന് പറയുന്ന കൂടത്തായിക്കാരൻ്റെ ചെറുപ്പം മുതലേ കാന്തപുരം വിരോധം മാത്രം തലയിൽ ഉദിച്ചിരുന്ന, ഓരോ സ്ഥലത്തും കാന്തപുരത്തിനെതിരെ പച്ചമാംസം കടിച്ചു കീറാൻ വേണ്ടി ചേളാരി സമസ്തക്കാർ വിനിയോഗിച്ചിരുന്ന ഒരു മനുഷ്യനാണ് കൂടത്തായിക്കാരൻ നാസർ. അങ്ങേയറ്റത്തെ കാന്തപുരം വിരോധം മാത്രമായിരുന്നു അയാളുടെ സംസാര വിഷയം തന്നെയും. അങ്ങനെ അയാൾ കാട് കയറി പലതും പറയായിരുന്നു. കാന്തപുരത്തിനെ മാത്രം വിമർശിച്ചാണ് അയാൾ വിമർശനം തന്നെ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ വിമർശിച്ച് ഒരിക്കൽ ആര്യാട് മുഹമ്മദിൻ്റെ കൈവെട്ടും എന്ന് വരെ ഇയാൾ സംസാരിച്ചിട്ടുണ്ട്. ചെറിയ റമദാൻ പ്രഭാഷണത്തിലാണെങ്കിലും വലിയ വലിയ സമ്മേളനത്തിലാണെങ്കിലും ഇനി അവരുടെ സ്ഥാപനത്തിൻ്റെ പട്ടിക്കാട് പോലത്തെ സ്ഥാപനത്തിൻ്റെ സമ്മേളനമാണെങ്കിലും അവസാനത്തിൽ ഇവൻ്റെ കുരയും കൂറ്റനക്കലും ഒക്കെ ഉണ്ടാവും. അതിനു വേണ്ടി ആ അനുയായികൾ കാത്തു നിൽക്കുന്നൊരവസ്ഥയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട കാന്തപുരത്തിനെ മാത്രം വിമർശിച്ചുകൊണ്ട് ഉന്നതനായ ഈ ഒന്നിനും കഴിയാത്ത ഈ മനുഷ്യൻ പലപ്പോഴായി പല ക്യാപ്സൂളുകളൊക്കെ കണ്ടെത്തും. സ്വന്തമായി കണ്ടെത്തുന്നൊരാൾ അഗ്രഗണ്യനാണ്. അങ്ങനെ ഒരിക്കൽ കണ്ടെത്തിയൊരു വിഷയമാണ് കാന്തപുരം എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരം കായാണ് എന്നും മുസ്ലിയാർ എന്നതിൻ്റെ അല്ലെങ്കിൽ അബൂബക്കർ എന്നതിൻ്റെ അവസാനത്തെ അക്ഷരം ആണ് എന്നും, അപ്പോൾ കാന്തപുരം എന്ന് പറഞ്ഞാൽ കാർ മുസ്ലിയാരാണ് എന്നുള്ളൊരു ക്യാപ്സൂൾ ഇയാൾ 1-2 സ്ഥലത്ത് അവതരിപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് ആരോ ചോദിച്ചാലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ, ക്യാപ്സൂളിൻ്റെ അടിസ്ഥാനത്തിൽ നാസിർ ഫൈസി എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരം ന എന്നും കൂടത്താഴി എന്നതിൻ്റെ അവസാനത്തെ അക്ഷരം ഇ എന്നും ആകുമ്പോൾ ഇതേ അടിസ്ഥാനത്തിൽ തന്നെ എന്ത് വിളിക്കും നാസർ എന്ന് ചോദിച്ചപ്പോഴാണ് നാസർ കണ്ടെത്തിയ ക്യാപ്സൂളിൻ്റെ അബദ്ധം മനസ്സിലാക്കിയ നാസർ പിന്നീട് എവിടെയും ആ ക്യാപ്സൂൾ പറഞ്ഞിട്ടില്ല എന്നാണ് പരമസത്യം. അങ്ങനെ ഏതാണെങ്കിലും ഇവർ വിമർശനം മാത്രം ഇയാളുടെ കുലത്തൊഴിലാക്കി വന്നപ്പോഴാണ് ഇയാൾ ഇടക്കാലത്ത് ചേളാരി സമസ്തയിൽ സുഹാബി വലിഞ്ഞു കയറിയപ്പോൾ ഇയാൾ പെട്ടെന്ന് നേതാവാകാൻ വേണ്ടി സുഹാബി നേതാവായി. സുഹാബിസം തലക്ക് പിടിച്ച് ഇയാളിങ്ങനെ ചേളാരി സമസ്തയുടെ വലിയ വലിയ നേതാക്കന്മാരെയൊക്കെയും തെറി പറയാനും ആ സുഹാബികളുടെ വേദി പങ്കിടാനും അതൊക്കെ ഉഷാറാകുകയും ചെയ്തപ്പോൾ നായ തൊട്ട കലം മാതിരി ഇയാളങ്ങ് സമസ്ത മാറ്റിവെച്ചു. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ചേളാരി സമസ്തയിൽ ഇയാൾക്ക് വോയിസ് ഇല്ലാതെ വന്നപ്പോൾ ഇയാൾക്ക് ഇനിയിപ്പോൾ ചേളാരികൾക്ക് എങ്ങനെ നേതാവാകണമെന്നും അതിന് ചേളാരി സമസ്തയിലെ പഴയ കാലത്തുള്ള ആ വിരോധങ്ങളും അതുപോലെ കുത്തിത്തിരിപ്പുകളൊക്കെയും കെട്ടടങ്ങിയിട്ടില്ലാത്ത യുവാക്കളെ മനസ്സിലേക്ക് പുതിയ ഒരു ചിത ഇട്ട് കൊടുക്കാനും അതിന്നിങ്ങനെ കത്തിക്കാളിയിട്ട് എങ്ങനെയെങ്കിലും ചേളാരിൻ്റെ നേതാവാകാനുള്ള റീപ്പിറ്റിങ്ങിൻ്റെ പരിപാടിക്കാണ് ഇപ്പോൾ ഇയാൾ ഈ ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയയൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ചേളാരിയിലേക്ക് തന്നെ തിരിച്ചു വന്ന് തെറിയഭിഷേകങ്ങളുടെ നേതാവാകാമെന്നുള്ള വ്യാമോഹം കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നതാണ്. അല്ലെങ്കിൽ ഇത്തരമൊരു സാഹചര്യത്തിലൊന്നും ഇങ്ങനെ ഒരു വരികളൊന്നും കുത്തിക്കുറിക്കേണ്ട ഒരു ആവശ്യം കൂടത്തായിക്കാരൻ നാസറിനില്ല. കാരണം നാസറിന് അത്രമാത്രം ചേളാരിയിൽ സ്വാധീനമില്ല. സ്വാധീനമുള്ളതൊക്കെ സുഹാബിയിലാണ്. സുഹാബിക്കാണെങ്കിൽ സമൂഹത്തിൽ യാതൊരു വരിയില്ലാതെ മാറിയിരിക്കുകയാണ്. ഏതെങ്കിലും ഉണ്ടോ സുഹാബികൾ എന്തെങ്കിലും പരിപാടി എടുക്കണം? ഇല്ല. അവരിങ്ങനെ ഒന്നെങ്കിൽ വയനാട്ടിലുള്ള മൗലിയരെ അല്ലെങ്കിൽ കുന്നംകുളത്തുള്ള മൗലിയരെ എന്ന് വിളിച്ചിട്ട് ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ കൊണ്ട് തെറി ഒളിപ്പിക്കുക എന്നല്ലാതെ ഇതുപോലത്തെ സാധനങ്ങൾക്ക് ഇതിൽപ്പെട്ട ഒന്നാണല്ലോ RV കുട്ടിയാസ മൗലവി, കുറ്റിക്കാട്ടൂരുള്ള, അതുപോലെ ഈ പറഞ്ഞ ഈ കൂടത്തായിക്കാരൻ, ഇങ്ങനെ 1-2 ആണും പെണ്ണും കെട്ട സാധനങ്ങൾ. അവർക്ക് കാര്യമായിട്ടുള്ള പരിപാടി കാന്തപുരത്തിനെതിരെ പച്ചമാംസം കുത്തിവലിക്കുക എന്നുള്ളതാണ്. അതിപ്പോഴും നിർത്തിയിട്ടില്ല. ഇലക്ഷൻ വരുന്ന സമയത്ത് മയ്യത്ത് കൊണ്ടുപോകാൻ വേണ്ടി നേതൃത്വം, ഇലക്ഷൻ വന്ന് റിസൾട്ട് അറിഞ്ഞാൽ പഞ്ചായത്ത് തല മുതൽ അതിൻ്റെ അങ്ങോട്ടുള്ള എല്ലാ ഇലക്ഷനിലും, ഈ കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ അല്ലാത്ത ബാക്കിയുള്ള ഇലക്ഷനിലൊക്കെ ഈ കൂടത്തായിക്കാരൻ നാസറിൻ്റെ ആശീർവാദത്തോടു കൂടിയാണ് മയ്യത്ത് കൊണ്ടുപോകാറുള്ളത്. ഇതാക്കിലും എന്തോ ഹതഭാഗ്യനായ ഇവന് അതിന് ഭാഗ്യം കിട്ടാതെ പോയി, മയ്യത്ത് കൊണ്ടുപോകണം കാണില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പരമ്പരാഗതമായ ആചാരത്തിന് വങ്കം വരുത്തണ്ടാച്ചിട്ട് നാസർ കുറിച്ചു വെച്ചതാകുന്ന ഞാൻ മനസ്സിലാകുന്നത്. ഏതാണെങ്കിലും കൂടത്തായിക്കാരൻ നാസറിനെ പോലുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങളെ സുഹാബി ഷജറ വടംവലിയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പോലല്ല, കാന്തപുരത്തിൻ്റെ നെഞ്ഞിട്ടിട്ട് കയറാൻ വന്നാൽ അവർക്കെതിരെ ചൊറിയാൻ വന്നെങ്കിൽ തിരിച്ചും ചൊറിയുന്നുള്ളത് ചെറുമട്ടത്തിലെങ്കിലും മനസ്സിലാക്കുന്നത് കൂടത്തായി നാസറിന് നല്ലതാണ്.
അതുപോലെ തന്നെ ഈ കൂടത്തായിക്കാരൻ നാസർ മനസ്സിലാക്കി വെച്ചതും, നാസറിന് നമ്മൾ ചെറുപ്പത്തിലെ വയനാട് അവിടെ ഇവിടെയൊക്കെ വഹാബികളെ സമ്മേളനത്തിൽ കാണാറുണ്ട്. നേരത്തെ നമ്മളെ പണ്ഡിതന്മാരത് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇവൻ വഹാബികളുടെ പരിപാടികൾക്ക് ചെന്നിട്ട് സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാറുണ്ട് എന്നുള്ളത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് അത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാമത് നമ്മളോടൊക്കെയുള്ള ഈ വൈരാഗ്യവും വിദ്വേഷമൊക്കെ ഉണ്ടാക്കേണ്ട കാരണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത്തരം സാധനങ്ങൾ അവരൊക്കെ വൈകാതെ മുന്നോട്ട് പോകില്ല. കാരണം പടിയടച്ച് പിണ്ടം വെക്കാൻ പറഞ്ഞ സമതുവായി ഇപ്പോൾ ഇവിടെ പൂക്കോട്ടുകാരൻ സമത്. 5ാം മന്ത്രി വന്ന സമയത്ത് ഗർജിച്ചിരുന്ന നാസർ കൂടൻ ഇപ്പോൾ ഏത് രൂപത്തിലാണുള്ളത്? ഇപ്പോൾ വളക്കുഴിയിൽ നിന്നാണ് ഇങ്ങനെ മുക്കുക മൂളുക എന്നല്ലാതെ ഇങ്ങനെയൊക്കെ ആയിരുന്നോ ഇവരൊക്കെ അവസ്ഥ? ചേളാരി സമസ്തക്കാരൻ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് പരിപാടി വെച്ചിട്ടുണ്ടെങ്കിലും അവസാനത്തിൽ മുക്കാനും മൂളലും കുരക്കലും ഒക്കെ ആയിട്ട് ഇവർ എന്തൊക്കെ കാട്ടിക്കൂട്ടലുണ്ടായിരുന്നു വളക്കുജിയിലെ പീക്കള മാതിരി. ഇപ്പം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതന്നെ അധപ്പതനം എന്ന് പറയുന്നത്. അപ്പം നാസറിനോട് പറയാനുള്ള പ്രിയപ്പെട്ട കൂടത്തായിക്കാരൻ നാസർ അരിയുടെ വീട്ടിൽ ചെന്നിട്ട് ചുമരിനോടൊന്ന് ചാരി നിന്നിട്ട് എൻ്റെ തലക്കുമേലെ ഒരു കരിക്കട്ട വെച്ചിട്ടൊന്ന് വരയ്ക്കുക. എന്നിട്ട് 2 അടി മുന്നോട്ട് നിന്നിട്ട് ആ ചുമരുമക്കൊന്ന് നോക്കിയാൽ അതാണ് ഇപ്പം എൻ്റെ നീളം. ഇനിയെങ്കിലും അയച്ച് മനസ്സിലാക്കണത് നല്ലതാണ്.